ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ തോട്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ സ്വന്തം പിതാവിനെ ബഹുമാനിക്കാതെ അദ്ദേഹത്തെ വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ നോക്കിയ മകന് നേരിട്ട അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിനു ശേഷം താഴെ കമൻറ്റ് ചെയ്യുക. ഒരു പാവ മനുഷ്യൻ. അദ്ദേഹം തൻ്റെ മക്കളെയും ഭാര്യയെയും ഒരു കുറവും അറിയിക്കാതെയായിരുന്നു നോക്കിയിരുന്നത്. അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ടായിരുന്നു കുടുംബം നോക്കിയിരുന്നത്. മക്കളെ ഒരു കുറവും അറിയിക്കാതെയായിരുന്നു പഠിപ്പിച്ച് ജോലിക്കാരാക്കിയത്. മകളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചയച്ചു. മകന് സർക്കാർ ജോലി കിട്ടി. ഇപ്പോൾ അവൻ്റെയും കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി. ഇന്ന് ആ പിതാവ് തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു. 1 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ചുപോയി. ഇന്ന് ആ പിതാവ് മകനോടൊപ്പം കഴിയുന്നു. അദ്ദേഹം തൻ്റെ കടമ ഭംഗിയായി നിർവഹിച്ചു. എന്നാൽ ഇന്ന് വാർദ്ധക്യത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ പലതും മാറാൻ തുടങ്ങി. ഭക്ഷണം അദ്ദേഹത്തിന് സ്വന്തം കഴിക്കാൻ പറ്റാതെയായി. കൈ വിറയ്ക്കുന്നതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം സ്പൂണും പാത്രവും താഴെയിടാൻ തുടങ്ങി. കൂടാതെ കാഴ്ചശക്തിയും കുറയാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങി. മകന് അദ്ദേഹത്തോട് സംസാരിക്കാനോ നോക്കാനോ സമയമില്ലാതായി. മരുമകൾക്ക് അദ്ദേഹത്തെ പരിചരിക്കുന്നതിൽ വേണ്ടത്ര ഇഷ്ടമില്ലാതിരുന്നു. പലപ്പോഴും ആ പിതാവ് കേൾക്കെ അദ്ദേഹത്തെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചിരുന്നു. അവസാനം അവർ അദ്ദേഹത്തെ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അവർ അദ്ദേഹത്തിനെയും കൊണ്ട് പട്ടണത്തിലെ വൃദ്ധസദനത്തിലേക്ക് പോയി. ആ പിതാവ് ഒരക്ഷരം സംസാരിക്കാതെ തൻ്റെ മകനെ ചെറുപ്പത്തിലെ എടുത്തുകൊണ്ട് നടന്നതും സ്നേഹിച്ചതും തൻ്റെ കുടുംബത്തെ ഒരു കുറവും അറിയിക്കാതെ നോക്കിയതും മനസ്സിലോർത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ണുനീർ പൊടിഞ്ഞു. ആ വൃദ്ധസദനത്തിൽ നിന്നും ഇറങ്ങാൻ നേരം അവരോടുകൂടെ മുത്തച്ഛനെ വൃദ്ധസദനത്തിലാക്കാൻ പോയ 10 വയസ്സുള്ള അവരുടെ മകൻ മുത്തച്ഛനെ പിരിയുന്നതിൽ വളരെ വിഷമിച്ചിരുന്നു. അവൻ അച്ഛനോടും അമ്മയോടും ചോദിച്ചു, "ഈ വൃദ്ധസദനത്തിൻ്റെ അഡ്രസ്സ് എനിക്ക് തരുമോ?" "എന്തിനാണ് നിനക്കിതിൻ്റെ അഡ്രസ്സ്?" എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ ഉത്തരം കേട്ട് ആ ഭാര്യയും ഭർത്താവും ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞു, "അച്ഛനും അമ്മയും വയസ്സാകുമ്പോൾ മുത്തച്ഛനെ കൊണ്ടുവന്നാക്കിയ ഇവിടെ നിങ്ങളെയും എനിക്ക് കൊണ്ടുവന്നാക്കാനാണ്." ആ കുഞ്ഞ് പറഞ്ഞത് കേട്ട് ഒരു നിമിഷം അവർ ഷോക്കായി നിന്നു. കാരണം നാളെ നമ്മളും വയസ്സാകും. ഇന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യുന്നതിൻ്റെ കർമ്മഫലം ഉറപ്പായും അനുഭവിക്കേണ്ടി വരും. അവർക്ക് തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞു. ആ മകൻ അച്ഛൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. മരുമകൾ അച്ഛനെ തിരിച്ചു കാറിലേക്ക് കയറ്റുമ്പോൾ അവരുടെ മകൻ ആ വൃദ്ധസദനത്തിൻ്റെ അഡ്രസ്സ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹത്തോടെ നോക്കണമെന്നും അല്ലെങ്കിൽ അതിൻ്റെ കർമ്മഫലം ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള സന്ദേശം ഈ കഥയിലൂടെ പറയുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കൂടുതൽ നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.